അപ്പോൾ തമിഴ്നാട്ടിൽ കൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ചെന്നൈ കൃഷ്ണഗിരി ദേശീയപാതയാണ്. അപ്പോൾ നമ്മൾ ഈ ടോള് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ പേരയ്ക്ക വിൽക്കുന്നൊരു ചേട്ടനെ കണ്ടു. എന്നാൽ പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് പേരയ്ക്ക വാങ്ങാമെന്ന് കരുതി. ഇവിടെയൊക്കെ പേരയ്ക്കയ്ക്ക് വളരെ വിലക്കുറവാണ്. മാത്രമല്ല നല്ല വേനലാണ്, നല്ല ചൂടാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ. വെള്ളം വളരെ കുറവാണ് ഇവിടെ. നദികളും കനാലുകളും എല്ലാം വറ്റിക്കിടക്കുന്നൊരവസ്ഥയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വെള്ളമൊക്കെ കിട്ടാൻ ഇതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ മാർഗ്ഗമുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പോരുമ്പോൾ ഇതുപോലെ വഴി സൈഡിൽ ഒരുപാട് ചേട്ടന്മാരെയും ചേച്ചിമാരെയും പേരയ്ക്കയും തണ്ണിമത്തനും അതുപോലെ കരിക്കൊക്കെ വിൽക്കുന്ന കാണാൻ വേണ്ടി പറ്റും. എല്ലാവരും കഴിയുമെങ്കിൽ വാങ്ങിക്കുക. അവർക്കും ഒരു സഹായമാകും, നമുക്ക് അത് ശരീരത്തിന് കുറച്ച് ആശ്വാസമാകും. ഇവിടെ റേറ്റ് വളരെ കുറവാണ്. 1 കിലോയ്ക്ക് 30 രൂപയാണ് ചേട്ടനോട് പറഞ്ഞത്. അപ്പോൾ സ്കാനറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ കരിക്കുമുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ. ഇത് പറിച്ചുകൊണ്ട് വരുന്നത് എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ തോട്ടമുണ്ട് ഇതിൻ്റെ. അതായത് അവിടെ കാണുന്ന ഒരു മലയുടെ ആ കീഴ്ഭാഗത്തെങ്ങാണ്ടാണ് ചേട്ടൻ്റെ വീട്. അവിടെ നിന്നാണ് ചേട്ടനിത് പറിച്ചുകൊണ്ട് വരുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറം വേറെ ഒരുപാട് ഉന്തുവണ്ടികൾ ഇതുപോലെയുണ്ട്. അപ്പം നമുക്കൊരു ആശ്വാസമാവും, ചേട്ടനൊരു സഹായമാവും. നല്ല വേനലാണ്. നാട്ടിലൊക്കെ വേനൽ മഴ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞ്, പക്ഷേ ഇവിടെ മഴയെന്നല്ല തുള്ളി പോലും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, വെള്ളമൊക്കെ കുടിക്കുക, ധാരാളം കുടിക്കുക വെള്ളമൊക്കെ. അപ്പോൾ തമിഴ്നാട് വഴിയുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്ത കാഴ്ചകളുമായിട്ട് നമുക്കിനി വീണ്ടും യാത്രയിൽ കാണാം.